എടുക്കാവോ? ഈ അലവലാതെ ഞാൻ എന്റെ വീഡിയോക്ക് വ്യൂ കിട്ടില്ല. ഹലോ ഗായ്സ്, ഇതിവിടെ വീക്കെൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രിൻസ്. ഫ്രണ്ട് മാത്രമല്ല, കൊളി കൂടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിളിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ കണ്ടു പ്രിൻസ് പറഞ്ഞു പ്രിൻസിന്റെ വീട്ടിൽ ഒരു വെറൈറ്റി ആപ്പിൾ ഉണ്ട്, അപ്പോൾ നമുക്ക് ആ ആപ്പിൾ പോയി പറിക്കാം, പിന്നെ അവിടെ ഒരുമിച്ച് നമുക്ക് കുക്ക് ചെയ്യാം, ഡിന്നറൊക്കെ കഴിക്കാം. പിന്നെ പ്രിൻസിന്റെ കൂടെ പ്രിൻസ് പിന്നെ ഒരു പുതിയ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ആ വീടൊക്കെ ഒന്ന് നമുക്ക് കാണാം. നല്ല അടിപൊളി അപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെയാണ് പ്രിൻസ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ, കാണാം ഗൈസ്. നമ്മുടെ പ്രിൻസിന്റെ വീട് എത്തിക്കാണ്. പ്രിൻസിന് വേണ്ടി നാളെ മേടിച്ചൊരു ഗിഫ്റ്റ് ആണിത്. പ്രിൻസ് വാതിലൊക്കെ നോക്കാം. ഇതാട്ടോ പ്രിൻസിന്റെ വീട്. അപ്പോൾ നമ്മൾ കയറി വരുന്നത് തന്നെ ഒരു വലിയ കിച്ചണിലേക്കാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ മെയിനായിട്ട് കൂടുന്നത് കിച്ചണിലായിരിക്കും. പിന്നെ ഇത് ടോപ്പ് ഫ്ലോർ ആണ്, 4th ഫ്ലോർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂ ഉണ്ട് വിൻഡോയിലൂടെ. പിന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് പ്രിൻസ് കിച്ചണെല്ലാം വെച്ചിരിക്കുന്നത്. റിൻ്റെ ഒരു കേക്കൊക്കെ വന്നപ്പോൾ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ പോകുന്ന ലിവിങ് റൂമിലേക്ക് കേട്ടോ. പ്രിൻസ് ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ കിടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണാം. നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള ഒരു ബാൽക്കണിയാണ്. ഈവനിങ്ങിലാണ് ഇവിടെ സൺലൈറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ അവറൊക്കെ എൻജോയ് ചെയ്ത് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയൊരു ബാൽക്കണിയാണിത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ് സ്പേസ് കാണാം. ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഇത് ഇവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നൈറ്റ് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊട്ട് ലൈറ്റൊക്കെ അടിക്കാതെ കിടന്നുറങ്ങാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണിത്. ഫ്രണ്ട്സ് ബാഡ്ജ് ഒക്കെ വെച്ചിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ഐ ആം ആൻ എഞ്ചിനീയർ. പ്രിൻസ് പ്രിൻസ് വരുമ്പോൾ ചോദിക്കാം, ഇതാരാണ് ഇത് വാങ്ങി തന്നെന്ന് ചോദിച്ചു നോക്കാം. ഒരു ഇതാണ് പ്രിൻസ്, ഇതാര് വാങ്ങി തന്നതാ? ഇതാര് വാങ്ങി തന്നതാ? പ്രിൻസ് എഞ്ചിനീയർ ആണ്, സ്വയം ബാഡ്ജ് കുത്തിക്കൊണ്ട് നടക്കുന്നത്. കാണാൻ ലുക്കില്ലെന്നുള്ളൂ. മനീഷിന്റെ കുഞ്ചക ബോബൻ അറിയോ? മനീഷ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് പേരറിയില്ല, കണ്ടുപിടിച്ചു. പ്രിൻസിനെ കാണാൻ കുഞ്ചക ബോബൻ്റെ പോലെ ഇരിക്കുന്നു എന്നുള്ള ഒരു ടോക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റിൻഡോ പറഞ്ഞു, റിൻഡോയുടെ വേറൊരു ഫ്രണ്ടും ഇതേ സെയിം പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിന് കുഞ്ചക ബോബൻ്റെ പോലെ ഉണ്ടെന്ന്. അതിൽ പുളകം കൊള്ളുവാണ് പ്രിൻസ്. പ്രിൻസിൻ്റെ വീട്ടിലൊരു കേക്കായിരുന്നു. ഇത് ക്യാരറ്റ് സിനമൺ കേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ടോ? റിൻഡോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്താ റിൻഡോ കഴിക്കുന്നത്? വീഡിയോ കൂടെ ഒന്ന് സഹകരിക്കണോ? എന്തിനു ചോദിച്ച ആൻസർ പറ. ഫ്രണ്ടോടെ കായ വറുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇന്ന് നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ആപ്പിൾ പറിക്കാൻ പോവുകയാണ് താഴെ. ഇവിടെ തൊട്ട് താഴെ തന്നെയാണ് ആപ്പിൾ ഉള്ളത്. ചിലപ്പോ ഈ വോയിസ് ക്ലിയർ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വോയിസ് ഇടും. ചിലപ്പോ കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ വോയിസ് ഇടും. ചിലപ്പോൾ അത് അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലിഫ്റ്റ് എന്തിനാ കണ്ണാടി വെച്ചതെന്ന് അറിയോ? അറിയില്ല. അതെന്ന് വെച്ചാൽ ലിഫ്റ്റില് നമ്മൾ പോകുമ്പോ ഒരുപാട് ടൈം പോലെ നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ കണ്ണാടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിക്കുമ്പോ നമ്മൾ ടൈം പോണത് അറിയില്ല. ഇതാട്ടോ പ്രിൻസ് താമസിക്കുന്ന ബിൽഡിംഗ്. ഇവിടുത്തെ സ്കൈ എല്ലാം നല്ല ഭംഗിയുണ്ട്. നമ്മൾ എങ്ങോട്ടാ ഗൈസ് പോകുന്നത്? പിന്നെ അല്ലാതെ റിൻഡോനെ പോലെ സിഗ്മ ആയിട്ടിരിക്കണോ? ഗേൾസിന് പാവം ചെക്കന്മാരിഷ്ടം. പ്രിൻസ് ഭയങ്കര സ്വീറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനെല്ലാം പ്രിൻസ് റെസ്പോണ്ട് ചെയ്യുന്നതിന് റിൻഡോ കളിയാക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആപ്പിളിൻ്റെ അടുത്തെത്തി. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ആപ്പിൾ മരം ഉള്ളത്. ഇത്രയും കുഞ്ഞ ആപ്പിൾ ഞാൻ ആദ്യമായിട്ടാണ്. ഇതിനായിരിക്കും ചെറിയ ആപ്പിൾ, ചെറിയ ടൊമാറ്റോ ഒക്കെ പോലെ ചെറിയ ആപ്പിൾ. ഇത് നമുക്ക് പറിച്ചെടുക്കാവോ? അങ്ങനെ ഇതല്ലേ സെന്ററത്തെ കാണിച്ചില്ല ആപ്പിൾ ആണെന്ന് ചോദിച്ചാൽ അത് ഇതായിരുന്നു. അത് ഇതിനേക്കാൾ ചെറുതായിരുന്നു. അത് കുറച്ചുകൂടെ വലുതായിരിക്കും, ഇത്രയും കൂടി വലുതായിരിക്കും. നല്ല ചുവപ്പാകുമ്പോ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് മുട്ടി വരുന്നുണ്ട്. പൊളി കാണാൻ മധുരം ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് പൊട്ടി വരികയും ചെയ്യും.
ഇത് സാധാ ആപ്പിൾ പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇത്ര വലുതാവുള്ളൂ തോന്നുന്നുണ്ട്, കാരണം ഇതിന്റെ സീഡ് ബ്രൗൺ ആയിട്ടുണ്ട്. ക്യാപ്ഷൻ: ലോകത്തിലെ ഏറ്റവും ചെറിയ ആപ്പിൾ. എങ്ങനെയുണ്ട്? ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഫോളോവേഴ്സിനെ കുറിച്ച് പറയണോ? അങ്ങനെ ആപ്പിളെല്ലാം പറിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, ലേക്കിനോടെ കൂടി പോയിട്ട് വരാം. ഞങ്ങൾ ഇവിടുന്ന് ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രിൻസിൻ്റെ ബിൽഡിംഗ്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഒരു ചെറിയ വോക്ക് ചെയ്ത് തന്നെ നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തും. ആ ലേക്കിൻ്റെ ശബ്ദം നമുക്ക് ഇവിടം വരെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അയ്യോ ഇത് എന്തോ ബേർഡ് അടിച്ചാൽ തോന്നുന്നത്, നമുക്ക് കളയാം. ഈ ആപ്പിള് ഒട്ടും ടൈറ്റ് അല്ല, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇച്ചിരി ചെറിയുടെ അത്ര ഉള്ളല്ലോ ശരിക്കും. അപ്പോൾ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് ഒരു വെള്ളം കയറിയ ടേസ്റ്റ് ഒക്കെ പോലെ. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സൈക്ലിങ്ങിനും ജോഗിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നമുക്ക് പ്രത്യേകിച്ച് ഹെഡ്സെറ്റ് ഒന്നും വേണം തോന്നുന്നില്ല ഇതിലൂടെ ജോഗിങ്ങിനൊക്കെ പോകാനായിട്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ വരാറുണ്ടെന്നാണ് പ്രിൻസ് നമ്മളോട് പറഞ്ഞത്. എങ്ങനെ വരാതിരിക്കും, അത്ര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. സ്ഥലം ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളി സ്ഥലം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ മേഘ എന്ന് പറഞ്ഞ ആരുണ്ടല്ലോ. പോടാ, ഞാൻ പേര് പറയുമ്പോ കഴിഞ്ഞ ദിവസം വേറെ ആരും ഞാൻ വിളിച്ചപ്പോഴേ മേഘയല്ല, വേറെ ആരും ഇതൊന്നും എടുത്തിട്ടുണ്ട്. ഈ ഒരു കാടിനുള്ളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസിലെല്ലാം കാട് കാണുന്നതാണോ അതോ സിറ്റി കാണുന്നതാണോ ഇഷ്ടം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ആർട്ടിക് സർക്കിളിൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതായത് അങ്ങ് അറ്റത്ത് പോളാർ റീജിയൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. പോളാർ റീജിയൻ്റെ തൊട്ട് താഴെയുള്ള ആർട്ടിക് സർക്കിൾ. അപ്പോൾ അതിൻ്റെ ഒരു അടുത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലം. അപ്പം ഇവിടെ എക്സ്ട്രീം വിൻ്ററാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഇലകളെല്ലാം മാറി ഇപ്പം തന്നെ വെള്ള കളറാവും, ഈ ഗ്രീൻ അങ്ങനെ തന്നെ വൈറ്റ് കളറാവും. അപ്പോൾ വിൻ്റർ തുടങ്ങിയിട്ട് നമ്മൾ ഒന്നും കൂടി ഇവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയും ആ വൈറ്റ് ആവുന്ന ഒരു വീഡിയോ കൂടി ഞാനിങ്ങനെ ഒരുമിച്ചിടാം കേട്ടോ. ഇത് നാട്ടിലെ ചൊറിയനും പോലെ ഉണ്ട് കേട്ടോ. ചൊറിയോന്ന് അറിയില്ല, ഒന്നും വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവരുടെ മേത്ത്. എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ പേടിക്കില്ലടാ. ചൊറിയുന്നുണ്ടോ? ആണോ? ഓ, അപ്പൊ സ്വീഡിഷ് ചൊറിയനാണിത്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇത് വെച്ച് ഹൽവ ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ ഹൽവ ഉണ്ടാക്കിയാലോ? ഇനി പ്രിൻസിന്റെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേനും പെൺകുട്ടികളെ ക്യൂ നിൽക്കും. കുഞ്ചാക്ക ബോബൻ എന്ത് ചെയ്യും, കുഞ്ചാക്ക ബോബന്റെ നമ്പർ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് പെൺകുട്ടികൾ ചോദിക്കും. പ്രിൻസിന്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ വീഡിയോസാണോ ഇഷ്ടം അല്ലെങ്കിൽ സിറ്റി വ്യൂ ആണോ ഇഷ്ടം എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഈ വീഡിയോയിൽ ഇത് മാത്രമല്ല ഉള്ളത്. ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അപ്പോൾ അതെല്ലാം കാണിക്കാൻ പോകുന്നുണ്ട്. കുക്ക് ചെയ്യാൻ പോകുന്നത് സാൽമൺ വെച്ചുള്ളൊരു ഡിഷാണ്. എന്താണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും സാൽമണാണ് മെയിൻ. അപ്പോൾ അതൊക്കെ കാണാം. ഈ മല്ലൂസ് ഇൻ ഫിൻലൻഡിൽ ഇങ്ങനെ കുറേ ബെറീസ് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടിട്ട് പരിചയമുള്ള ബെറീസ് കാണുമ്പോൾ
ഞാൻ പറിച്ചു തിന്നു. പക്ഷെ ഈ റിൻഡോനെ തിന്നാൻ സമ്മതിക്കില്ലാന്നേ. റിൻഡോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അവര് ഞാനിത് കണ്ടിട്ടില്ല. പക്ഷെ ആ പുള്ളിക്കാരെല്ലാം കാണിക്കുന്നുണ്ടല്ലേ? അവരെല്ലാം ബെറീസും കാണിക്കുന്നുണ്ട്. പുള്ളി അടിപൊളി ആക്ച്വലി. പുള്ളിയുടെ വീഡിയോ ഞാൻ കുറെ കാണാറുണ്ട്. അപ്പൊ നമ്മള് വീടെത്തി. ആ പുള്ളിയുടെ പേര് മാറ്റണം എനിക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുക്കിംഗ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എന്താ കുക്ക് ചെയ്യേണ്ടതെന്ന്. ഗാർലിക് ലെമൺ സാൽമണും ബട്ടർ റൈസുമാണ് കുക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഗ്രില്ല് ചെയ്ത് സൈഡിൽ കഴിക്കാം. ഒരു തിണ്ടിനെ കൊണ്ട് പറയുന്നത് ഭാഗ്യം. അപ്പൊ നമ്മളിവിടെ സാൽമൺ ഉണ്ടാക്കാൻ പോകണം. എന്ത് സാൽമൺ എന്നൊക്കെ ശരിക്കും പറയണേന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് സാൽമൺ എന്നായിരിക്കും പറയുന്നത്. നീ ഒന്ന് മര്യാദ കേൾക്കാവോ? ഈ അലപലാതി പറഞ്ഞിട്ട് വീഡിയോക്ക് വ്യൂ കിട്ടില്ല. കത്തി ഡിഷ് വാഷറിൽ ഇടരുതെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്നുള്ള റീസൺ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇവര് ഫിഷ് വെച്ച് എന്താ ചെയ്യാണ്, ഞാൻ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഒരു ബട്ടർ റൈസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാത്രം കഴുകണം എനിക്ക് ഏറ്റവും വലിയ പരിപാടി. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. ഇത് ഫുഡ് ഉണ്ടാക്കിയിട്ട് പാത്രയുടെ കഴിവ് ചത്തു കുത്തിയിരിക്കും. ഞങ്ങൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ ഡിഷ് വാഷർ ഉള്ളത് നമുക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എത്ര ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ നമ്മൾ എന്തോരം കുക്ക് ചെയ്താലും പാത്രങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി കിട്ടുമല്ലോ. നമുക്ക് കുക്ക് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ പാത്രം കഴുകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മാത്രം. ഉപ്പിടണ്ടേ? അപ്പോൾ കുരുമുളക് പൊടിയാണ് മെയിൻ. ലാസ്റ്റ് കുറച്ച് ഒലിവ് ഓയിൽ. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ലെമൺ ഗാർലിക് സാൽമൺ. ഒത്തിരി പുളി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് മതി തോന്നുന്നുണ്ട്. നമ്മള് മസാലയൊക്കെ തേക്കാണ്. ആണോ? പ്രിൻസിന്റെ സാലഡ്, ബ്രൊക്കോളി സാലഡ്. ഒരു പാത്രമില്ലേ നിറച്ച് സാലഡ് ഉണ്ടാക്കി വെക്കും. ഇതല്ല, ഇത്ര വലിയ പാത്രമായിരുന്നു. നിറച്ച് സാലഡ് ഉണ്ടാക്കി വെക്കും. വീട്ടിൽ ഞങ്ങൾ 5-6 പേരുണ്ട്. എല്ലാവർക്കും തന്നെ ഉണ്ടാക്കും. തന്നെ തിന്നും. ആരും തിന്നില്ല. അതൊന്ന് കഴിക്കണം എനിക്ക് എന്തായാലും, പ്രിൻസിന്റെ ബ്രൊക്കോളി സാലഡ്. പക്ഷെ ഭയങ്കര റിച്ച് ആയിരിക്കും. ഒരുപാട് സാധനങ്ങളുണ്ടാവും. പച്ചക്കറി ഞാൻ അവിടെ എന്ത് കണ്ടാ എല്ലാം മേടിച്ചിട്ടായിരുന്നു. എത്ര മിനിറ്റ് വെക്കണം പ്രിൻസിന്? 20 മിനിറ്റിന് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ലെമൺ ഇങ്ങനെ ടോപ്പിൽ. പ്രിൻസ് ആയതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ ഒരു പേടി ഉണ്ടായേനെ. പ്രിൻസ് ആണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നല്ലതെന്ന് പറയും. ഇവിടെ പ്രിൻസ് വാങ്ങി വെച്ചിരിക്കുന്ന കേരള സ്നാക്സ് എല്ലാം എനിക്ക് എടുത്തു തരുന്നതാണ് ഈ കാണുന്നത്. അതിൽ കപ്പലിൻ്റെ മിഠായി ഉണ്ട്, എള്ളുണ്ടയുണ്ട്, പൊരിയുണ്ട്, സോൻ പപ്പടി. ഇതെല്ലാം ഇവിടെയുള്ള ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് പ്രിൻസ് വാങ്ങിയതാണ്. പൊരി വെച്ച് പണ്ട് ഇങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ചിങ്ങനെ സാൽമൺ ഗ്രില്ല് ചെയ്യാൻ ഇട്ടു. ഞാൻ ഒരാഴ്ച വരെ ഷുഗർ ഡയറ്റ് എടുത്തിട്ടുണ്ട് ജർമ്മനിയിൽ വെച്ച്. പക്ഷെ എനിക്ക് ഷുഗർ അത്ര ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ ഡയറ്റ് എടുക്കാമെന്ന് നോക്കുമ്പോ പിന്നെ ഷുഗർ കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല. എന്താ തള്ളയെന്ന് പറയാനല്ലേ? ഞാൻ തള്ളയാണെങ്കിൽ അതിനേക്കാളും പ്രായം ഉണ്ടല്ലോ. ഫ്രണ്ട്സ് മധുരമുള്ള കുറെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ
2 ആഴ്ച കൊണ്ട് 5 കിലോ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. 54 അല്ലേ? ഇപ്പൊ 52 ആയി, 2 കിലോ കുറഞ്ഞു. 59 ഉണ്ടാവും. ഒരു ഡാൻസ് ആവായി. പ്രിൻസ് ഇല്ലാത്തപ്പോഴുള്ള എന്റെ റൊമാൻറ്റിക് മൊമെന്റ്സ്. കൈ ഇവിടെ തള്ളപ്പണി തുടങ്ങി. ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ ഭയങ്കര നാളാണ്. ഞാൻ കുറെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. പക്ഷെ രണ്ട് എന്ത് ചെയ്ത് കളിക്കില്ല. ഇടയ്ക്കൊക്കെ നമ്മള് നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കളിക്കും. പിന്നെ എന്റെ ഡാൻസ് വെച്ച ഏറ്റവും വലിയ മെമ്മറി ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മയുണ്ടോ, ഞങ്ങള് കഴിഞ്ഞ വർഷം ഇതേ സമയം ഒക്ടോബർ ഫെസ്റ്റിന് പോയായിരുന്നു. അപ്പൊ എന്റെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചായിരുന്നു. അത് ഭയങ്കര ക്രൗഡിന്റെ ഉള്ളിൽ നിന്നിട്ട് ഓർമ്മയുണ്ടോ? ഞാൻ ഒരിക്കലും വെളിവുണ്ടാവണ്ടേ, പൂസായിരുന്നു. അപ്പൊ ഒക്ടോബർ ഫെസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയില്ല. ഭയങ്കര ക്രൗഡാണ് അവിടെ വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് നമുക്ക് സീറ്റ് പോലും കിട്ടില്ല അങ്ങനെ. അപ്പൊ അതിന്റെ നടുക്ക് നിന്നിട്ട് ട്രിൻഡി ഭയങ്കര ഡാൻസ് ആയിരുന്നു എന്റെ ഒപ്പം. നിങ്ങളുടെ അവിടെയൊക്കെ പണ്ട് കൊണ്ടുവരായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ വണ്ടിയിൽ ബെല്ലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഈ സാധനം കൊണ്ടുവരും, മദാമപ്പൂട. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു അത്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു? അങ്ങനെയായിരുന്നു. അങ്ങനെ എന്റെ ഓർമ്മയിൽ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഈ കപ്പലണ്ടി ഒക്കെ തന്നെ പോലെ ഇത് തരും. എനിക്ക് അന്നും ഭയങ്കര ഇഷ്ടമായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐസും കൊണ്ടുവരും. ഐസും കൊണ്ട് തന്നെ എനിക്ക് ഐസിനേക്കാളും എനിക്ക് ഇഷ്ടം ഇത് തന്നെയായിരുന്നു തോന്നുന്നു. പക്ഷെ ചിലപ്പോ ഇത് മിസ്സാവും. നമ്മള് പൈസ ഒക്കെ എടുത്ത് നമ്മള് കോയിൻസ് ഒക്കെ എടുത്ത് ഓടി അവിടെ എത്തുമ്പോഴത്തേക്കും ആള് പോയിട്ടുണ്ടാവും. ഒരു മണിയൊക്കെ അടിച്ചിട്ട് വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ബീൻസ് ഫ്രൈ ചെയ്യാണ്. കുറച്ച് സോൾട്ടും ഒലിവ് ഓയിലും മാത്രമാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ബ്രോക്കോളി എടുക്കാം. അടുത്തത് ബ്രോക്കോളി ഇട്ടുണ്ട്. അത് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ ബട്ടർ ഒരു റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ബട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാം. ബട്ടറും ഗീയും തമ്മിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല. ബട്ടർ റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് ബട്ടറോ ഗീയോ പാനിലിട്ടിട്ട് അതിലേക്ക് നമ്മുടെ കുക്ക്ഡ് ബസ്മതി റൈസ് ഇടുക, സ്റ്റിർ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈഡ് കൊറിയാൻഡർ മേളിലിട്ടു. ഫിഷ് ഗ്രിൽ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് പ്രിൻസിന്റെ അച്ചാർ കളക്ഷൻ എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെ എന്തൊക്കെ അച്ചാറായിരുന്നു? ഇത് നാരങ്ങച്ചാറായിരുന്നു. ഇതെന്തായിരുന്നു? മാംഗോ. ഓ, അന്നാ എനിക്ക് എന്താ ടേസ്റ്റ്. എനിക്ക് ഇഷ്ടം ഉണക്കിയ മാങ്ങാച്ചാർ. എന്താ ബീഫ്? ആ, മണത്ത് വയ്ക്കറ സ്പൂണും കൊണ്ട് എടുക്കടാ, ചീത്തയായി പോച്ചാറ്. എനിക്കും സൈമൺ സാൽമൺ ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ സാൽമൺ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, എന്നാലും ചെറിയ കുഴപ്പമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. നൈഫ് ഉണ്ടെങ്കിൽ എടുത്താൽ ആണോ? എന്തിന്റെ ടേസ്റ്റ് വരുന്നത്? ഗാർലിക് ആണോ? ഓക്കെ. ഡയലോഗ് എനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റും. സൂപ്പർടാ, അടിപൊളിയാടാ. നമ്മുടെ ഒരു പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മൂമ്പാങ്ങ് ചെയ്യുന്നത്ര വന്നില്ലല്ലേ? ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് നരസിംഹ മൂവി കാണാമെന്ന് ഓർത്തു.
എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ എനിക്കിപ്പോൾ ജലസിംഹമാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഞാൻ ലാലേട്ടൻ ഫാനും റിൻഡോ മമ്മൂട്ടി ഫാനുമാണ്. അപ്പോൾ എന്നെ കളിയാക്കാനൊരു കാരണം കൂടിയായി റിൻഡോയ്ക്ക്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. പ്രിൻസ് നമ്മളെ ഡ്രോപ്പ് ചെയ്യും വീട്ടിൽ. അപ്പം അങ്ങനെ ഇപ്പം സമയം ഒരു 10:30 പ്രിൻസിന് നാളെ ജോലിയുണ്ട്. പ്രിൻസിൻ്റെ കാറിൻ്റെ അങ്ങോട്ട് പോവാണ്. ഞാൻ ആദ്യമായിട്ട് രാത്രി വ്ളോഗിൽ കാണിക്കുന്നത്. ബോഡി ഒന്ന് സ്ട്രെച്ച് ആവട്ടെ. വളരെയൊക്കെ ചാടിയോ മറ്റു വീഡിയോയിൽ ഫ്രണ്ട്സിന്റെ മസിലൊക്കെ വരുന്നുണ്ട്. ബസ്സിലിരുന്നുണ്ടല്ലേ? എന്റെ ബാക്ക് ഷോൾഡർ ആയിരിക്കും. എല്ലാം പറയാനുണ്ടല്ലോ. എന്താ ഇപ്പൊ ചെസ്റ്റും ബാക്കും ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നീ എന്ത് ചെയ്തിട്ട് വന്നതൊക്കെ. താങ്ക് യു. ഇത്ര ഇലയൊക്കെ പൊഴിയുണ്ടെന്നാ ടൈം എടുക്കും. പെട്ടെന്ന് തന്നെ പൊഴിയായിരിക്കും ഇവിടെ. എല്ലാം പെട്ടെന്ന് സമയത്ത് എന്നിട്ട് ആ സമയത്ത് വീട്ടിലോട്ട് മതി. അപ്പോൾ ആശിനി ഇവിടെ തൊട്ടപ്പുറത്തെ നമ്മളെ വീട്ടിലെത്തി ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും പിടിച്ചോണ്ട് കാര്യത്തിലാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.